ദില്ലി ജംഗ്പുരയിലെ മദ്രാസി ക്യാമ്പ് പൊളിച്ചതിൽ പ്രതിഷേധവുമായി തമിഴ്നാട് സ്വദേശികൾ. കയ്യേറ്റം ആരോപിച്ച് 400ഓളം വീടുകളാണ് ദില്ലി സർക്കാർ പൊളിച്ചുമാറ്റിയത്. വീട് നഷ്ടപ്പെട്ടതിൽ പകുതി പേർക്കും പുനരധിവാസം ഉറപ്പാക്കിയില്ലെന്നാണ് പരാതി. വീട് നഷ്ടപ്പെട്ടവർ തിരികെ തമിഴ്നാട്ടിലേക്ക് മടങ്ങിവരാൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആദിൽ പാലോട് ഇപ്പോൾ സ്ഥലത്തുണ്ട്. ആദിൽ പാലോട്, ദില്ലി ജംഗ്പുരയിൽ എന്താണ് സംഭവിച്ചത്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ദില്ലി ജംഗ്പുരയിലാണ് ഞാനുള്ളത്. ജംഗ്പുരയിലെ മദ്രാസി ക്യാമ്പ്, 400ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ക്യാമ്പായിരുന്നു ഇവിടെ. കയ്യേറ്റം ആരോപിച്ച് ഇതിന് വശത്തുകൂടി യമുനയുടെ കൈവഴി ഒഴുകുന്നുണ്ട്. ഇവിടെയുള്ളവർ 400ഓളം കുടുംബങ്ങളാണ്. അവർ തമിഴ്നാട്ടിൽ നിന്ന് പലപ്പോഴായി വന്ന് 60 വർഷമായി ഇവിടെ താമസിച്ചിരുന്നവരാണ്. അങ്ങനെയുള്ളൊരു ക്യാമ്പ്, മദ്രാസി ക്യാമ്പ് എന്നറിയപ്പെട്ടിരുന്ന ക്യാമ്പ് കയ്യേറ്റം ആരോപിച്ച് ദില്ലി സർക്കാർ പൊളിച്ചിരിക്കുന്നു. അത് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് എന്നാണ് ദില്ലി സർക്കാർ അറിയിക്കുന്നത്. ആ രൂപത്തിൽ പൊളിച്ചിട്ടും പക്ഷേ ഇവർക്ക് പൂർണ്ണമായി പുനരധിവാസം ലഭ്യമാക്കിയില്ല എന്നുള്ളതാണ് പ്രശ്നം. ചിലർക്ക് ഫ്ളാറ്റുകൾ നൽകിയത് തന്നെ വളരെ ഇവിടെ നിന്ന് ഒരു 50 കിലോമീറ്റർ മാറിയാണ്. അവരുടെ ജോലിയും ഉപജീവനവും എല്ലാം നഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനമാണ് നൽകിയത് എന്നാണ് ഇവരുടെ ആരോപണം. അതുതന്നെ കാര്യമായ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത വീടുകളും ഫ്ളാറ്റുകളുമാണ് നൽകിയത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് മാറാൻ കഴിയില്ല. മാത്രമല്ല, എല്ലാവർക്കും 400ഓളം കുടുംബങ്ങളിൽ 200 പേർക്ക്, പകുതി പേർക്ക് മാത്രമേ ഈ പുനരധിവാസം നൽകിയിട്ടുള്ളൂ. ഇവരുടെ വീടുകൾ പെട്ടെന്ന് പൊളിച്ചു നിൽക്കുകയായിരുന്നു. നമുക്ക് കാണാം, ഒരു സ്ഫോടനമൊക്കെ ഉണ്ടായതുപോലെ ഇവിടെ ഇന്നലെ JCB കയറി പൂർണ്ണമായും വീടുകൾ പൊളിക്കുകയായിരുന്നു. ഒരു 400ഓളം കുടുംബങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ താമസിച്ചിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ കണ്ടാൽ മനസ്സിലാകും വീടുകളുടെയൊക്കെ ഒരു സ്ഥിതി. ആ ദൃശ്യങ്ങൾ നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് തൂർക്കടവ് ആ ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഇത് ജംഗ്പുരയിൽ തമിഴ്നാട് സ്വദേശികൾ കൂട്ടമായി താമസിക്കുന്ന സ്ഥലമാണ്. ഇതിനൊരു വശത്തുകൂടി ഒരു യമുനയുടെ ഒരു കൈവഴി ഒഴുകുന്നുണ്ട്. ആ കൈവഴി ഒഴുകുന്നുണ്ട്. അത് വൃത്തിയാക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായാണ്, ഈ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത് പൊളിച്ചത് എന്നാണ് പറയുന്നത്. നമ്മുടെ ഇപ്പോൾ കുറച്ച് തമിഴ്നാട് ചെറുപ്പക്കാരുണ്ട്, മലയാളം മനസ്സിലാകുന്നവരാണ്. എന്താ സംഭവിച്ചത്? என்னோட பேர் பிரசாந்த். ஸோ நான் டெல்லியில் வந்து பார்த்தீங்கன்னாக்கா ஒரு 4 years நான் இருக்கேன். என்னோட ஃபேமிலிஸ் எல்லாமே 60-70 years. ഇവിടെ എന്താ സംഭവിച്ചത്? இந்த டிமோலிஷன் வந்து பார்த்தீங்கன்னாக்கா இங்கே பக்கத்தில் இருக்க நதி, அதாவது தாராப்புலா நாலான்னு சொல்லுவாங்க, அந்த நதியை அவங்க க்ளீன் பண்ணுறதுக்காக இந்த இடத்த ஒரு மெயின் ரீசனாக அந்த நதியை க்ளீன் பண்ணுறதுக்காக வச்சு இந்த டெமோலிஷனை எஸ்டர்டே நேற்று கம்ப்ளீட் பண்ணாங்க இந்த டெல்லி கவர்மெண்ட். வேற வீடு கிடைச்சா, வீடு ஃப்ளாட்டு கிட்டியா? ஆக்சுவலி அது சம்மந்தம் நான் உங்ககிட்ட பேசுகிறேன். அதாவது வந்து பார்த்தீங்கன்னாக்கா 400 ஃபேமிலிஸ்க்கு மேலே இங்கே இருந்தாங்க, வசித்துன்றாங்க. 400 ஃபேமிலிஸ்க்கு மேலே தான், கம்மி கிடையாது. பட் அதிலே பார்த்தீங்கன்னாக்கா 215க்கு மட்டும் தான் வீடு கிடைச்சிருக்கு. அதுவும் 24/6க்கு வந்து பார்த்தீங்கன்னாக்கா இன்னும் அலாட்மெண்ட் லெட்டர் கிடைக்கல. 189 பீப்புள்ஸ்க்கு மட்டும் தான் ப்ராப்பராக வீடு கிடைச்சிருக்கு. வீடுலக்க சௌகரியம் உண்டா, அவட சுவிதா உண்டா? எஸ். அதாவது அங்கே வந்து பார்த்தீங்கன்னாக்கா ஸோ போதுமான வசதி கிடையாது. அங்கே வந்து பார்த்தீங்கன்னாக்கா உங்களுக்கு ஸ்கூல்ஸ் கிடையாது. அங்கேருந்து கனெக்டிவிட்டி டைரெக்டாக இங்கே டெல்லிக்கு கிடையாது. அங்கே 60-70 வருஷமாக மக்கள் இங்கே வாழ்ந்துட்டாங்க. இங்கே வாழ்ந்துட்ட பிறகு அங்கே போய் அவங்களுடைய வாழ்க்கை எப்படி ஆரம்பிக்க முடியும்? அங்கே போதுமான வசதி கிடையாது. இப்போது அத்தியாவசியமான தேவையே அங்கே முழுமையாக கிடையாது என்பது எத்தனை முறை நாங்கள் வந்து கோர்ட்டில் வந்து அது நாங்கள் ரிப்போர்ட் மூலிமா கொடுத்துருக்கோம். பட் அப்போயுமே கோர்ட் வந்து அதை கன்சிடர் பண்ணலை. அவங்களுக்கு வந்து அவங்க சைடில் இருந்து ஸோ ഡെമോളിഷൻ தான் കറക്റ്റാണ് വേന്ന് சொல்லி എங்களுக்கு ഡെമോളിഷൻ பண்ணிட்டாங்க. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ നമ്മൾ 60 വർഷമായി ജീവിക്കുന്നവരാണ്. ഇനി മറ്റൊരിടത്ത് പോയി എങ്ങനെ ജീവിക്കുമെന്നാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് കയ്യേറ്റമാണ്. അത് ഹൈക്കോടതി ഉത്തരവുണ്ടെങ്കിൽ അത് ചെയ്തേ പറ്റും. പക്ഷേ കൃത്യമായ പുനരധിവാസം ചെയ്തില്ല എന്നുള്ളൊരു പ്രശ്നമാണ് ഇവിടെ ഉള്ളത്. അരുൺ, നിങ്ങളുടെ പേരെന്താണ്? சார், என்னோட பேர் ராஜா. ராஜமாணிக்கம். நான் 30 வருஷமாக இங்கே இருக்கேன். எங்கள் அப்பா அம்மா வந்து 60 வருஷமாக. பேர் ராஜமாணிக்கம் ஃபுல் பேர். அப்பா அம்மா எல்லாம் 60 வருஷமாக இங்கே இருக்காங்க. நான் பிறந்ததே இங்கே தான் பிறந்தேன். இங்கே பிறந்து 30 வருஷம் ஆச்சு. இங்கே தமிழ் ஸ்கூலில் தான் படித்தேன். ஹிந்தி இப்போ தான் கற்றுக்கிட்டு இருக்கிறேன். என்னோட ഇന്നലെ പിന്നെ എന്ത് സംഭവിച്ചു? ഇവിടെ മുഴുവൻ JCB വെച്ച് പൊളിച്ചാ? நாங்கள் ஒரு 6 மந்த்தாகவே கோர்ட்டில் ஃபைட் பண்ணிகிட்டு இருந்தோம். டெமாலிஷ் பண்ணக்கூடாது, இல்லை எங்களுக்கு மாற்ற இடமா துவாரக்கால கொடுங்க, நிறைய எங்களுக்கு செட் ஆகாது, 50 கிலோமீட்டர் தூரத்துலேருந்து எங்கள் வாழ்வாதாரமே அழிஞ்சிடணும். കേൾക്കില്ല. നേരത്തെ മോർണിംഗ് 6 o'clock. അതായത് ഇതാണ് അരുൺകുമാർ കൃത്യമായ കാര്യം. ഇവിടെ നിന്നൊക്കെ ആളുകൾ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതാണ് കാഴ്ച. ഏതായാലും വലിയ ബുദ്ധിമുട്ടിലാണ് ഇവിടെയുള്ളവർ എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവർക്ക് പുനരധിവാസം കൃത്യമായി നൽകണം എന്നുള്ളതാണ് ആവശ്യം. പലപ്പോഴായി ഈ കയ്യേറ്റങ്ങളൊക്കെ പൊളിച്ചു മാറ്റുന്നുണ്ട് ദില്ലി സർക്കാർ. അതിൻ്റെ ഭാഗമായാണ് ജംഗ്പുരയിലെ മദ്രാസി ക്യാമ്പ് എന്നറിയപ്പെടുന്ന തമിഴ്നാട് നിവാസികൾ കൂട്ടമായി താമസിക്കുന്ന സ്ഥലം പൊളിച്ചു കളഞ്ഞത്, വീടുകൾ പൊളിച്ചു കളഞ്ഞത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ വൈകിട്ടോടെ തന്നെ ഈ പൊളിക്കുന്ന സമയത്ത് തന്നെ MK സ്റ്റാലിൻ മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. ഇനി ആവശ്യമെങ്കിൽ നിങ്ങൾ മടങ്ങി വരൂ, നിങ്ങൾക്ക് ആവശ്യമുള്ള സൗകര്യങ്ങളൊക്കെ തമിഴ്നാട്ടിൽ ചെയ്തു തരാം എന്ന് MK സ്റ്റാലിൻ തന്നെ ഇവരെ അറിയിക്കുന്ന സാഹചര്യമുണ്ട്. ഏതായാലും ബുദ്ധിമുട്ടിലാണ്. കൃത്യമായൊരു പുനരധിവാസ സംവിധാനം നൽകണം എന്നുള്ളതാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ദില്ലിയിൽ താമസിക്കുന്ന ഇവരുടെ ആവശ്യം.
തീർച്ചയായിട്ടും അതിൽ എന്താ അല്ലേ സർക്കാർ നിങ്ങൾ ഈ ചെയ്തത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവർ മദ്രാസിൽ നിന്ന് വന്നവരാണ്, അവർ സാധാരണക്കാരായ മനുഷ്യരാണ്. ശരിയാണ്, കയ്യേറ്റമുണ്ടാവാം. ആ കയ്യേറ്റമുണ്ടെങ്കിൽ ഇങ്ങനെയാണോ അവരെ ഒഴിപ്പിക്കുക? അവർക്കൊരു പുനരധിവാസം ഉറപ്പാക്കി കൊടുത്തിട്ട് വേണ്ടേ? വർഷങ്ങളായിട്ട് അവരവിടെ താമസിക്കുന്നവരല്ലേ, അവരുടെ ജീവിത സ്വപ്നങ്ങളുടെ മുകളിലല്ലേ നിങ്ങൾ ഈ ബുൾഡോസർ കയറ്റി ഇറക്കിയത്? എന്തായാലും അത് വളരെ മോശമായി പോയി എന്ന് നമുക്ക് പറയാനുള്ളൂ.